അമ്മയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ആയതുകൊണ്ട് എന്നോട് പലരും വന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു, മെസ്സേജ് അയക്കും. പക്ഷേ ഞാനവിടെ സിനിമ കാണുന്ന ധൃതിയിലായതുകൊണ്ട് രാത്രി മിഡ് നൈറ്റ് വരെ സിനിമയുണ്ട്. അത് പകൽ മുഴുവനും നമ്മൾ നെറ്റ്വർക്കിങ്ങിനായിട്ട് വിവിധ രാജ്യങ്ങളിലുള്ള പവലിയൻസിൽ പോകും, അതിൻ്റെ പിന്നെ മാർക്കറ്റിങ്ങിൽ പോയി വരും. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം അതിനകത്ത് നിൽക്കുക. വേറൊരു ലോകത്തായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിനെ കൂടുതൽ അറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനിവിടെ വരുമ്പോഴും തൊട്ട് പലരും ഇന്നലെ തൊട്ട് ഞാൻ മുമ്പേ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അമ്മയ്ക്കുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കാം. അത് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കാരണം ഒന്നാമത് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ അത് ഭയങ്കര സോഫ്റ്റ് മൈൻഡഡാണ്. ആക്ച്വലി പെട്ടെന്ന് വികാരത്തിന് അടിമയാവും. അപ്പോൾ ഇമോഷണലായിട്ട് പ്രവർത്തിച്ചെന്ന് വരും. എനിക്ക് ടിന്നെ കിട്ടിയില്ല. ടിനി എന്താണ് സംഭവം എന്ന് ചോദിച്ചു മനസ്സിലാണ്. അൻഷിബയുടെ വിഷമം അയച്ചിട്ടുണ്ടായി. ഞാൻ അങ്ങനെ ഒരു വശത്തിലൂടെ അല്ലാതെ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ടോ അത് ദൗർഭാഗ്യം എന്ന് എനിക്ക് പറയാമല്ലോ. ഈ ഉണ്ടാക്കിയിരിക്കുന്ന അമ്മയെ സംബന്ധിച്ചോളം അമ്മയുടെ ഞാൻ ഇതിനകത്ത് ഇലക്ഷൻ നിന്നത് തന്നെ ആ സമയത്ത് അമ്മ വളരെയധികം ഒരു പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോഴായിരുന്നു. തീർച്ചയായിട്ടും ആരോപണ വിധേയർക്കെതിരെയായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഒരു കാര്യം അത് തീർച്ചയായിട്ടും വന്നിട്ട് സ്ത്രീകൾക്ക് വന്നിട്ട് നീതി കിട്ടണമെന്നുള്ള ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ വന്നിരുന്നത്. പലപ്പോഴും ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കേട്ട് അറിഞ്ഞതിനകത്ത് മനസ്സിലാക്കിയിരിക്കുന്നത് പുറമേ എന്ന പല ബാഹ്യശക്തികളും ഇത് തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരിതിനെ രണ്ട് സൈഡിലും നിന്നിട്ട് പിരികേറ്റുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയം ഒരുപാട് മെമ്പേഴ്സിനുണ്ട്. യഥാർത്ഥത്തിൽ പലരും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ, ഇതിൽ നിന്ന് വരാൻ പറ്റാത്തവരും ഇതിനുള്ളിൽ കാര്യങ്ങൾക്ക് വന്നിട്ട് പല കാര്യങ്ങളെയും കൂടുതൽ കുഴപ്പത്തിലേക്ക് ആക്കണം എന്നുള്ള ആഗ്രഹത്തിലും കൂടി പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരാൾ എനിക്ക് തോന്നുന്നത് മോഹൻലാലും മമ്മൂട്ടിയായിരിക്കും. കാരണം ഈ സംഘടനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇത് നിലനിൽക്കാൻ വേണ്ടി ചെയ്തതിൽ ഒരാൾ എനിക്ക് നന്നായിട്ടറിയാം, മോഹൻലാലും പിന്നെ മമ്മൂട്ടിയാണ്. മോഹൻലാൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ എല്ലാ സമയങ്ങളിലും വന്ന് മോഹൻലാൽ ഉള്ളിടത്തോളം കാലം അവസാനം അദ്ദേഹം അതിൽ നിന്ന് പോകേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇത് മാറി എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും വന്നിട്ട് അതാണ് ഇതിനകത്ത്. നമ്മളെന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാവരും അവനവൻ ഒരു വലിയ ആളാണെന്ന് വിചാരിക്കുന്ന രീതിയിലാണ് ജീവിച്ചോളാം. അത് ഒരു സെൽഫ് കോൺഫിഡൻസ് ആവശ്യമാണ്. പക്ഷേ ഒരു പരിധി വരെ പലപ്പോഴും ആരും പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയോ ഇല്ലെങ്കിൽ ഇതിനകത്തൊരു അച്ചടക്കം ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കാരണം അങ്ങനെയാണത്. കാരണം ഒരു സീനിയർ ആൾക്കാർ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ പലർക്കും പലതായിട്ടുള്ള ന്യൂനതകൾ വന്നിട്ടുണ്ട്. ഇതിൽ മുമ്പുണ്ടായിരുന്ന പലരിലും അവരെല്ലാം പിടിച്ചു നിന്നിരിക്കുന്നത് ഈ മോഹൻലാലും മമ്മൂട്ടിയുടെ ഒറ്റ പേരിലാണ്. വേറെ ആരുടെയും വന്നിട്ടുള്ള ഒരു കഴിവായിരുന്നില്ല അമ്മയിൽ. അമ്മയുടെ തലപ്പത്ത് അല്ലെങ്കിലും അവർക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു മേൽനോട്ടത്തിൽ വേണം അമ്മ നിൽക്കാൻ. മോഹൻലാലും മമ്മൂട്ടിയുടെയും വന്നിരിക്കുന്ന ഒരു മേൽനോട്ടം ഉണ്ടെങ്കിൽ എല്ലാവർക്കും വന്ന് ബഹുമാനിക്കുന്ന ഒരാൾ ഇതിന് വേണം. മനസ്സിലായോ? അങ്ങനെ വരുന്നതിനകത്താണ് ഇതിനകത്ത് അവരോട് നമുക്ക് സംസാരിക്കാനും പറ്റുന്ന മറ്റുള്ളവരുമായിട്ട് ഇപ്പോൾ കാണുന്നതിന് മറ്റ് സംഘടനകളുമായിട്ട് നമ്മുടെ ആവശ്യങ്ങളെ സംസാരിക്കാൻ പറ്റുന്ന ഒരു തലം നമുക്കുണ്ടാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വന്നു, നിർഭാഗ്യവശാൽ ഞാൻ തോറ്റുപോയി. പക്ഷെ അന്ന് ഞാൻ ഉണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കുന്ന ഈ സിനിമ ഇൻഡസ്ട്രിയിലിരിക്കുന്ന എല്ലാവരുമായിട്ട് എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ ഇരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു, നിങ്ങൾ ഇതാണ് നിൽക്കണം. കാരണം നിങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങളെ പറയാൻ പറ്റും വ്യക്തമായിട്ട് നിങ്ങൾക്ക്. കാരണം ഞാൻ എല്ലാവരുമായിട്ട് സൗഹൃദമാണ്. ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ മാത്രമേ ഉള്ളൂ. ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നു 80-ൽ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം വന്ന് എനിക്ക് ആവശ്യമുള്ള ഞാൻ എന്ത് ആഗ്രഹിച്ചിരുന്ന സിനിമയിൽ അതിൻ്റെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞവനാണ്. എനിക്ക് അതിനകത്ത് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലൈക്കിനോ ഓൾമോസ്റ്റ് ഞാൻ അത് കഴിഞ്ഞാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അഭിനയം നിർത്തി, ഒരു സ്കിറ്റ് ഫിലിമേ നിർത്തി. ഞാൻ ഈ ഫിലിം ലിറ്ററസി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അതിനുശേഷം പിന്നീട് ഞാൻ സിനിമയിൽ അഭിനയിക്കേണ്ടി വരുന്നത് അത് ഒരു ആക്സിഡൻ്റലായിട്ട് വന്നപ്പോൾ ഇടുക്കി ഗോൾഡിലൂടെയും പിന്നീട് വന്നിട്ടുള്ള മംഗ്ലീഷിലൂടെയും ഒക്കെ വന്നിട്ട് കെട്ടിയോളാൻ മാലക ഇപ്പോൾ വെക്കുന്ന വാഴ 2 അത് ഞാൻ ചെയ്യുന്നതിനെ വേറൊരു രീതിയിലേക്ക് ചെയ്യുന്നത് ഹിറ്റാവുന്നു. പിന്നെയും ഞാൻ സിനിമ ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് സിനിമ ചെയ്യുന്നു. ഞാൻ വരുന്ന എല്ലാ സിനിമകളും ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ.
അമ്മയ്ക്കുള്ളിൽ ഒരു അമ്മ നമ്മളെല്ലാവരുടെയും വന്നിട്ടുള്ള ഒരു സംഘടനയാണ്. ഞങ്ങളെല്ലാം കുടുംബത്തിലെ ആൾക്കാരാണ്. അതിനുള്ളിൽ ചിലപ്പോൾ വഴക്കുണ്ടായെന്ന് വരും. അത് ഈ സിബിലിങ്സ് ആർഗ്യുമെൻ്റ് എന്ന് മാത്രം നിങ്ങൾ കണക്ക് കൂട്ടുക. ഇതിനെ പറഞ്ഞു തീർക്കാനും രമ്യതയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അന്യോന്യം വന്നിട്ടുള്ളതിനകത്തേക്ക് ഇത് പറഞ്ഞു തീർത്ത് ഇതൊരു സൗഹാർദ്ദത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതൊരു ആവശ്യമാണ്. ഇപ്പോൾ ഇവർ വന്നിട്ടുണ്ട്, ഇവരിൽ നിന്ന് പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് എനിക്കിപ്പോൾ അതിനെ ജഡ്ജ് ചെയ്യാറായിട്ടില്ല. ഞാൻ ഐ എം നോട്ട് ഗുഡ് ഇനഫ് ടു ജഡ്ജ് ദം. ബട്ട് ഇത് ഈ മറ്റുള്ളവരെ നമ്മളെ മറ്റുള്ളവർ കളിയാക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറാതിരിക്കാൻ നമ്മൾ എല്ലാ അഭിനേതാക്കൾ അമ്മയിലെ മെമ്പേഴ്സും ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. അതാണ് എനിക്കുള്ളത്.